ഇടുക്കി അടിമാലി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് സർക്കാർ ഉറപ്പു നൽകിയ പുനരധിവാസം യാഥാർത്ഥ്യമായില്ല. പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് തുടർ പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണ് ദുരന്തബാധിതർ. വീട്ടുവാടക, ഇൻഷുറൻസ് പരിരക്ഷ ഉൾപ്പെടെ നൽകിയ ഉറപ്പുകളൊന്നും പാലിച്ചില്ലെന്നാണ് പരാതി. ദുരന്തത്തിൽ 8 വീടുകൾ പൂർണ്ണമായും 22 വീടുകൾ ഭാഗികമായും തകർന്നിരുന്നു. 3 മാസം കഴിഞ്ഞ് 4ാമത്തെ മാസത്തിലേക്ക് കടക്കുമ്പോഴും ഞങ്ങൾക്ക് ഇതുവരെ ഈ വാടകയ്ക്ക് മാറ്റി ഞങ്ങൾക്കോ ഈ മിനിറ്റ്സിൽ നമുക്ക് തന്ന പ്രൂഫിൽ അവരങ്ങനെയാണ് പറഞ്ഞത്. ആ പ്രൂഫ് മുഖാന്തരമാണ് ഞങ്ങൾ ക്യാമ്പിൽ നിന്ന് ഒഴിവായി പോയതും. ഞങ്ങളിപ്പോൾ വാടകയ്ക്ക് കിടന്ന് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. ഏറ്റവും കൂടുതലായിട്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു തെരുവിലേക്ക് പോകാനുള്ള ഒരവസ്ഥ നിങ്ങൾ വരുത്തരുത്. EKK കമ്പനിക്കാരൻ വാടക തരും എന്ന് പറഞ്ഞു. അത് പാലിച്ചിട്ടില്ല. 3 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് വീട് സ്ഥലവും കണ്ടെത്തി തരുമെന്ന് പറഞ്ഞു. അതും അവര് പാലിച്ചിട്ടില്ല. ഈ ഗവൺമെന്റും ഈ കലക്ടറും MP-യും എല്ലാരും ഞങ്ങളെ ഇങ്ങനെ കൈയൊഴിഞ്ഞു മാറിയാൽ ഞങ്ങൾ എവിടെ പോകും? രോഗികളുണ്ട് ഇതില്. ഞങ്ങൾക്ക് വാടക കൊടുക്കാൻ ഒട്ടും ഞങ്ങളെ കൊണ്ട് പറ്റണില്ല. EKK കമ്പനിക്കാരനോട് എന്തുകൊണ്ട് ഈ കലക്ടർ സംസാരിച്ച് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണില്ല? അത് പറ. ഞങ്ങൾ ഈ 30 കുടുംബം എവിടെ പോകും? രാഹുൽ സുരേഷാണ് ചേരുന്നത്. രാഹുൽ, അന്ന് അവരുടെ ദുരിതം നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയതാണ്. പക്ഷേ വാഗ്ദാനങ്ങളൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല എന്നതാണ്. പുനരധിവാസം യാഥാർത്ഥ്യമായിട്ടുമില്ല. എന്താണ് അവർക്ക് മുന്നിലുള്ള വഴി എന്നത് ചോദ്യം തന്നെ ബാക്കിയാകും. വിനീത, വാഗ്ദാനങ്ങൾ പാഴ്വാക്കാകുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ മുന്നോട്ട് പോവുകയാണ് അടിമാലിയിലെ ദുരിതബാധിത. ഇപ്പോൾ 2-3 മാസം കഴിയുകയാണ് ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മണ്ണിടിയുകയും ഏതാണ്ട് 22 വീടുകൾ ഭാഗികമായും 8 വീടുകൾ പൂർണ്ണമായും തകർന്നിട്ട് അന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ, MP ആയിട്ടുള്ള ഡീൻ കുര്യാക്കോസ്, അതുകൂടാതെ ജില്ലാ കളക്ടർ എന്നിവർ അടങ്ങുന്ന ഉന്നത സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു കുറേയധികം വാഗ്ദാനങ്ങൾ നൽകിയത്. അതിൽ ഈ പറഞ്ഞ പോലെ തന്നെ വാടക വീട്ടിലേക്ക് മാറുന്നവർക്ക് വാടക നൽകാം, അതുകൂടാതെ ഇൻഷുറൻസ് പരിരക്ഷ ഉൾപ്പെടെ ലഭ്യമാക്കാം എന്നീ തുടങ്ങി 8 നിർദ്ദേശങ്ങളായിരുന്നു അന്ന് നൽകിയത്. പക്ഷേ മാസം ഇത്രയും കഴിയുമ്പോൾ ഇതുവരെയും ഇതൊന്നും പാലിക്കാനായിട്ടില്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ഇനിയും ഇത്തരത്തിൽ മുന്നോട്ട് പോകാനാണ് തീരുമാനമെങ്കിൽ ജില്ലാ കളക്ടറുടെ അടുത്ത് എത്തിക്കൊണ്ട് കളക്ടറെ ഉപരോധിക്കാനുള്ള ഒരു നീക്കങ്ങളിലേക്ക് പോകാനാണ് ഇവരുടെ തീരുമാനം. അവർ പറയുന്ന പോലെ തന്നെ ഓരോ ദിവസവും കൂലിവേലയ്ക്ക് പോയാണ് അവർ ജീവിക്കുന്നത്. അപ്പോൾ ഈ വാടകയൊക്കെ നൽകാൻ കഴിയാത്തൊരവസ്ഥയുണ്ടെന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് അടുക്കുകയാണ്. അപ്പോൾ അതിനു മുന്നേ തന്നെ ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാക്കണം എന്നതാണ് ദുരന്തബാധിതർ പറയുന്നത്. ഇപ്പോഴും 30ഓളം കുടുംബങ്ങൾ വാടക വീടുകളിലാണ് കഴിയുന്നത്. 1 രൂപ പോലും സഹായമായി ലഭിച്ചിട്ടില്ല. അതിനുവേണ്ട അടിയന്തര നടപടി വേണമെന്നാണ് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത്. വിനീത, സുരേഷാണ് വിശദാംശങ്ങൾ നൽകിയത്. ഏതായാലും പുനരധിവാസം എന്ന സർക്കാർ ഉറപ്പ് പാലിക്കപ്പെട്ടിട്ടില്ല. പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണ്, സമരത്തിലേക്ക് കടക്കുകയാണ് ദുരന്തബാധിതർ. ഉറപ്പുകൾ പാലിച്ചില്ല എന്നതാണ് അടിമാലിയിലെ ദുരന്തത്തിൽപ്പെട്ടവർ പറയുന്നത്.